പപ്പയുടെ അമ്മ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് സത്യ പറയുമ്പോൾ പപ്പി അത് വിശ്വസിക്കുന്നില്ല. നീ എൻ്റെ കൂടെ വായെന്നും നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് പപ്പി സത്യയെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ശ്യാമയെ കാണുന്ന പപ്പിക്ക് സന്തോഷമാകുന്നു. തിരിച്ചവർ കിടക്കാനായി പോകുന്നു. ഇതേ സമയം ശാലിനി എങ്ങനെയെങ്കിലും കുഞ്ഞിനെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് കൺട്രോൾ റൂമിലേക്കൊക്കെ വിളിക്കുകയാണ്. എങ്ങനെയെങ്കിലും കുഞ്ഞിനെ കണ്ടെത്താമെന്ന് പറഞ്ഞ് ശാലിനിയും അമ്മയും ശ്യാമയെ സമാധാനിപ്പിക്കുന്നു. ഗോപാലകൃഷ്ണൻ്റെതായ വഴിക്ക് അന്വേഷിക്കാനായി ഇറങ്ങുന്നു. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ മടിയിൽ കിടക്കുന്ന ശാലിനിയും ശ്യാമയുമാണ്. ശാരദാമ്മ തൻ്റെ രണ്ടു മക്കളെയും സത്യഭാമ അവിടെ ഇറക്കിവിട്ട കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നു. അമ്മയുടെ വിഷമം കണ്ട് ശാലിനി പറയുന്നു, അമ്മ എന്തൊക്കെ പരീക്ഷണഘട്ടങ്ങൾ കഴിഞ്ഞാണ് ഇവിടം വരെ എത്തിയത്. അതേ പരീക്ഷണഘട്ടത്തിലാണ് ഞങ്ങളിപ്പോഴും. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്കും ഒരു സുഖവും സന്തോഷവുമൊക്കെ വരും. ഉറങ്ങാതെ കിടക്കുന്ന പപ്പിയെ കണ്ട് സത്യ ചോദിക്കുകയാണ്, നിനക്ക് ഉറക്കം വരുന്നില്ലേ? കണ്ണടയ്ക്കുമ്പോൾ തനിക്ക് അമ്മയുടെ മുഖമാണ് ഓർമ്മ വരുന്നതെന്ന് പപ്പി പറയുന്നു. ഇപ്പം നിനക്ക് ഇങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ എന്ന് സത്യ ചോദിക്കുമ്പോൾ, ഇല്ല, ഞാനിങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ വിഷ്ണു അച്ഛൻ്റെയും കാർത്തികയുടെയും വിവാഹം നടക്കില്ലേ, അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്ന് പപ്പി പറയുന്നു. തൻ്റെ ബിഗ് ഫ്രണ്ടിൻ്റെ കാര്യമായതുകൊണ്ടാണ് ഞാനും പപ്പിയുടെ കൂടെ കൂടിയതെന്ന് സത്യ പറയുന്നു. സത്യാമ്മയുടെ മുന്നിൽ ഒന്നും ചെയ്യാനാകാതെ നിൽക്കുകയാണ് വിഷ്ണു അച്ഛൻ എന്നൊക്കെ പപ്പി പറയുന്നു. നാളെ ഈ കാര്യം എല്ലാവരും അറിയുമെന്നും എങ്കിലും കല്യാണം മുടങ്ങുമല്ലോ, എനിക്കത് മതിയെന്ന് പപ്പി പറയുന്നു. ഇത്രയും പറഞ്ഞിട്ട് പപ്പി മനസ്സിൽ വിചാരിക്കുന്നു, ഞാൻ ഈ കഷ്ടപ്പെടുന്നതെല്ലാം നിനക്ക് വേണ്ടിയാണ് സത്യേ. ഇത് നടക്കാതിരിക്കേണ്ട ഏറ്റവും വലിയ ആവശ്യം നിന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. പിന്നീട് ശാരദാമ്മ സത്യയെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് വാതിലിട്ട് കൊട്ടുകയാണ്. ഞാനിപ്പോൾ എഴുന്നേക്കാം അമ്മയെന്ന് സത്യ പറയുന്നു. തുടർന്ന് പപ്പിയെ സത്യ കൊണ്ട് ഒളിപ്പിക്കുന്നു. സത്യ കതക് തുറന്ന് പുറത്തേക്ക് ചെല്ലുമ്പോൾ, മോൾ എന്തിനാ ഇന്നലെ കരഞ്ഞതെന്നൊക്കെ ശാരദാമ്മ ചോദിക്കുന്നു. കുട്ടികളായാൽ കരഞ്ഞെന്നൊക്കെ ഇരിക്കുമെന്നും ശാരദാമ്മ എന്താ പോലീസാണോ ഇങ്ങനെയൊക്കെ ചോദിക്കാനെന്നും സത്യ ചോദിക്കുന്നു. തുടർന്ന് ശാരദാമ്മ മുറിക്കകത്തേക്ക് കയറാൻ പോകുമ്പോൾ സത്യ ഇങ്ങോട്ട് എന്തിനാ കയറുന്നതെന്ന് ചോദിക്കുന്നു. ഞാൻ ഷീറ്റൊക്കെ എടുക്കട്ടെ എന്ന് പറയുമ്പോൾ, അതൊന്നും എടുക്കണ്ട, നാളെ എടുക്കാമെന്നും എനിക്ക് കാപ്പി വേണമെന്നും വല്ലാതെ ദാഹിക്കുന്നെന്നും പറയുന്നു. അമ്മ അടുക്കളയിലുണ്ട്, പോയി അമ്മയോട് ചോദിക്കാൻ പറയുമ്പോൾ സത്യ അതിന് സമ്മതിക്കുന്നില്ല. എനിക്ക് ശാരദാമ്മയുടെ കൈ കൊണ്ട് തന്നെ കാപ്പി വേണമെന്ന് പറയുന്നു. എന്നിട്ട് ശാരദാമ്മയും കൂട്ടിക്കൊണ്ട് സത്യ അടുക്കളയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിനെയും രോഹിത്തിനെയുമാണ്. അവർ പപ്പിയെ തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഗോപാലകൃഷ്ണൻ വീട്ടിലേക്ക് വരുന്നതാണ്. ഞാൻ എല്ലായിടത്തും തിരഞ്ഞുവെന്നും എങ്ങൊന്നും കുഞ്ഞിനെ കണ്ടെത്താനായില്ല എന്നും ഗോപാലകൃഷ്ണൻ പറയുന്നു. തുടർന്ന് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ഈ സമയത്ത് നീ നിൽക്കേണ്ടത് അവിടെയാണ്, നീ തിരിച്ചു പോകണമെന്ന് ശ്യാമയോട് ആവശ്യപ്പെടുന്നു. ഇത് കേട്ട് ശാരദാമ്മ ചോദിക്കുകയാണ്, സത്യമ്മ അവളെ ഇറക്കി വിട്ടതല്ലേ, എങ്ങനെയാണ് ഇനി അങ്ങോട്ട് ചെല്ലുന്നത്? ഇത് കേട്ട് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ഞാൻ തന്നെ അവളെ അങ്ങോട്ട് കൊണ്ടുവിടാം, അവരെന്താ ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് കാണണം. ഇത്രയും പറഞ്ഞ് ഗോപാലകൃഷ്ണൻ ശ്യാമയുടെ കൈയും പിടിച്ച് ഇറങ്ങുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.